ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെയൊക്കെ അധിപനായിട്ടാണ്. അപ്പോൾ മനുഷ്യർക്കുള്ള പൊതുവെയുള്ള ഒരു ആഗ്രഹമാണ് തങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണം, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള എളുപ്പമാർഗം, പ്രത്യേകിച്ച് ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു നേതൃത്വ നിരയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റുള്ളവർ തങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതനുസരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഴിവിലേക്ക്, സിദ്ധിയിലേക്ക് വരാനുള്ള ഒരു മാർഗമാണ് ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരിൽ ഒരു മേധാവിത്വം അല്ലെങ്കിൽ അവരെ നമ്മുടെ ആ ഒരു നന്മയുടെ ചിന്തകൾക്ക് അനുസരിച്ച് മനുഷ്യരെ നിയന്ത്രിക്കാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു. അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജ്ഞാനം ലഭിക്കും തോറും അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും തോറും നമുക്ക് കൂടുതൽ അറിവുകൾ, ദൈവികമായിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള അറിവുകളും ഈശോ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അറിവ് എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർ പറയുന്ന പോലത്തെ അറിവുകളല്ല. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ആഴമേറിയ ചിന്തകളും അറിവുകളുമായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകളുടെയും ചിന്തകളുടെയും മുമ്പിൽ മറ്റു മനുഷ്യരുടെ ചിന്തകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഈ ദൈവിക ജ്ഞാനമുള്ള മനുഷ്യൻ്റെ ചിന്തകളെ കടത്തിവെട്ടാൻ മറ്റൊരു ചിന്തയ്ക്കും സാധിക്കുകയില്ല. വഴക്കുണ്ടാക്കാമായിരിക്കും, അല്ലെങ്കിൽ തർക്കിക്കുമായിരിക്കും, എങ്കിലും ഒരിക്കലും വിജയിക്കുകയില്ല. അതെ, മറ്റ് ചിന്തകൾ അല്ലെങ്കിൽ ജ്ഞാനമുള്ളവനെ മറ്റുള്ളവർക്ക് പരാജയപ്പെടുത്താൻ പറ്റുകയില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു. അതിപ്പം നമുക്ക് പരിചയമുള്ള സ്ഥലത്താണെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്താണെങ്കിലും ജ്ഞാനമുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ആധിപത്യം ലഭിക്കുന്നുണ്ട്. അത് ഈ ജ്ഞാനം നൽകുന്ന ഒരു വലിയ വിജയമാണ്. ജ്ഞാനത്തിൻ്റെ വലിയൊരു ദാനമാണ് ഈ ആധിപത്യം അല്ലെങ്കിൽ രാജ്യത്വം. എല്ലാവരെയും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ, മറ്റുള്ളവരുടെ മേൽ ഒരു ആധിപത്യം, ബുദ്ധിപരമായ ആശയപരമായ ഒരാധിപത്യം എപ്പോഴും ജ്ഞാനിക്ക് കിട്ടും. അതാണ് പറഞ്ഞത് ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു എന്ന്. എനിക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ആളുകൾ അത് എത്ര ഉന്നതരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും, അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിലും, ഏത് സാധാരണക്കാരനാണെങ്കിലും, എല്ലാ തരത്തിലുമുള്ള മനുഷ്യരെ യോജിപ്പിച്ച് കൊണ്ടുപോകുവാനായിട്ട് ഈ ദൈവിക ജ്ഞാനം എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അധികം ആളുകളുമായിട്ട് സംസാരിക്കേണ്ടി വരികയില്ല. ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ ജ്ഞാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ നിസ്സാര സമയം കൊണ്ട് വളരെ അധികം കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുകയോ അല്ലെങ്കിൽ കീഴടക്കുകയോ ചെയ്യുകയില്ല. അതുപോലെ തന്നെ ഒരു നിലവാരമില്ലാത്ത മനുഷ്യരും അല്ലെങ്കിൽ അത്തരമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് തന്നെ ഓടിപ്പോകും. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അതായത് ചില മനുഷ്യരൊക്കെ, നിലവാരമില്ലാത്ത മനുഷ്യരൊക്കെ വന്നു കഴിഞ്ഞാൽ
അവർക്ക് അധികം സംസാരിക്കാനൊന്നും തോന്നുകയില്ല, അല്ലെങ്കിൽ അവരധികം സംസാരിക്കുകയൊന്നുമില്ല. അവർ പറയും ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞാൽ അവർ പോവും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, നമ്മൾ കൂടുതൽ അവരെ ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ പോകാനോ ഒന്നും പറയേണ്ട, അവർ തന്നെ പോവും. ഇതാണ് ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊരു നേതാവ്, ഒരു നേതൃത്വ നിലയിലുള്ള ഒരാളൊക്കെ ആണെങ്കിൽ തീർച്ചയായും ജ്ഞാനതൃഷ്ണയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജ്ഞാനത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ഈശോയോട് പ്രാർത്ഥിക്കുകയും ആ ദൈവിക ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം വളരെ നിലവാരമുള്ളതും മറ്റുള്ളവർക്ക് സ്വീകാര്യമായ കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഒരിക്കലും ആ ഒരു നിലവാരം വിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത പ്രവൃത്തിയിലേക്ക് പോകാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇത് ദൈവിക സംരക്ഷണവും കൂടിയാണ്. അപ്പോൾ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജാവിന് തുല്യമായ ഒരു പവർ, ഒരു ആത്മീയ ശക്തിയാണ് ദൈവിക ജ്ഞാനം നമുക്ക് തരുന്നത്. ഞാനിത് മനസ്സിലാക്കിയത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ അപൂർവം ചില ജ്ഞാനികളായ മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവർ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷേ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു വാക്ക് പോലും പറയാൻ തോന്നുകയില്ല. അതുപോലെ തന്നെ വളരെ നമുക്ക് അവരെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലെങ്കിൽ പോലും നമുക്ക് വളരെ ബഹുമാനവും ആദരവും അവരോട് നമ്മളറിയാതെ നമുക്ക് അവരോട് തോന്നിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഒരു രാജാവിനോട് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ ഒരു നേതാവിനോട് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനം ഈ ദൈവിക ജ്ഞാനമുള്ള മനുഷ്യനോട് നമ്മൾ അറിയാതെ നമുക്ക് തോന്നും. ഇങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ദൈവിക ജ്ഞാനം നമുക്ക് വേണമെന്ന് പറയുന്നത്. ഈ വാക്ക് വളരെ സത്യമാണ്. ജ്ഞാനം 6:20. അങ്ങനെ ജ്ഞാനതൃഷ്ണ രാജ്യത്വം നൽകുന്നു. ഇത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എൻ്റെ ജീവിതത്തിലെ എപ്പോഴുമുള്ള ഒരു അനുഭവവും ഒരു യാഥാർത്ഥ്യവുമാണ്.